بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് മൻസിലത്തുർ റിള, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തൃപ്തി, അല്ലാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള തൃപ്തി, റിള എന്നുള്ള മൻസിലത്തിനെ സംബന്ധിച്ചായിരുന്നു. അതിനുശേഷം അടുത്ത മൻസിലത്ത് എന്ന് പറയുന്നത് മൻസിലത്തു ശുക്ർ, ശുക്രിന്റെ മൻസിലത്താണ്, അഥവാ നന്ദി കാണിക്കുന്നതിന്റെ മൻസിലത്ത്. റിളയുടെ മുമ്പ് നാം സബർ പറഞ്ഞിരുന്നു, ക്ഷമ നിർബന്ധമാണെന്ന് പറഞ്ഞു. റിള മുസ്തഹബായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അതിനേക്കാൾ ഉപരിയിലുള്ള ഒരവസ്ഥയാണ് അശുക്ർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖദർ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നമ്മുടെ മേലെ നടപ്പിലാവുകയാണ്, നമ്മുടെ മേലെ സംഭവിക്കുകയാണ്. അപ്പോൾ ഒരു നമുക്കിഷ്ടം ഇല്ലാത്ത, അല്ലെങ്കിൽ നാം തൃപ്തിപ്പെടാത്ത, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കാത്ത ഒരു കാര്യം, അപ്പോൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനുപരിയായി റിളയുണ്ടാവുക, അത് തൃപ്തിപ്പെടുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. അതിൽ ശുക്ർ ഉണ്ടാവുക എന്നുള്ളത് മുസ്തഹബ് പോലെ തന്നെ അതിനേക്കാൾ മുകളിലുള്ള ഒരവസ്ഥയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വഹിയ മിൻ അഅ്ലൽ മനാസിൽ, ഈ പറഞ്ഞ സബറും റിളയും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ശുക്റിൻ്റേത്. വഹിയ ഫൗഖ മൻസിലത്തി റിള വസിയാദ, അത് റിളയുടെ മൻസിലത്തിനേക്കാൾ, റിളയുടെ സ്ഥാനത്തിനേക്കാൾ അതിന് അധികരിച്ചിട്ടുള്ളതാണ്, മേലെയുള്ളതാണ്. ഫരിള മുൻദരിജുൻ ഫി ശുക്ർ, റിള എന്നുള്ളത് അഥവാ തൃപ്തി എന്നുള്ളത് ശുക്രിന്റെ അകത്ത് വരുന്ന കാര്യമാണ്. ഇതൊന്നുകൂടി ഇത് വായിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമുക്കൊരു മുസീബത്ത് ബാധിച്ചു വിചാരിക്കുക, അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു വിചാരിക്കാം, നമുക്കൊരു രോഗം വരികയോ അല്ലെങ്കിൽ അപകടം സംഭവിക്കുകയോ നഷ്ടം സംഭവിക്കുകയോ എല്ലാം ചെയ്തു വിചാരിക്കുക. അതിൽ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാണ്. എന്നാൽ ആ മുസീബത്ത് ബാധിച്ചതിനെ തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ്, ഞാനതിൽ എൻ്റെ തൃപ്തി കാണിക്കുന്ന നിലക്ക് തൃപ്തി കാണിക്കുക എന്നുള്ളത് ഒരാൾക്ക് മുസ്തഹബാണ്. എന്നാൽ ആ മുസീബത്ത് ബാധിച്ചതിൻ്റെ പേരിൽ ശുക്ർ കാണിക്കലോ അതിനേക്കാൾ മുകളിലൊരവസ്ഥയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല, ഒരുപാട് പരിശീലിച്ച് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മുസീബത്ത് ബാധിച്ച് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയാണ് ചർച്ച. അപ്പോൾ ഇബ്നുൽ ഖയ്യിം പറയുന്നത് റിള എന്നുള്ളത് ശുക്റിന്റെ അകത്ത് വരുന്ന കാര്യമാണ്. അഥവാ റിള ഉള്ളവന് ശുക്ർ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷെ ശുക്ർ കാണിക്കുന്നവന് എന്തുണ്ടാവും? റിള എന്തായാലും ഉണ്ടാവും. ഇത് യസ്തഹീലു വുജൂദു ശുക്രി ബിദൂനിഹി, റിള ഇല്ലാതെ ശുക്ർ ഉണ്ടാവുകയുമില്ല. വഹുവ നിസ്ഫുൽ ഈമാൻ, ശുക്ർ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. കമാ തഖദ്ദമ വൽ ഈമാനു നിസ്ഫാൻ, നിസ്ഫു ശുക്രിൻ വ നിസ്ഫു സബ്രിൻ. നമ്മൾ സബറിന്റെ ഫസ്ല് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈമാനിന്റെ രണ്ട് പകുതിയിൽ ഒരു പകുതിയാണ് സബർ എന്നുള്ളത്, ക്ഷമ എന്നുള്ളത്, മറ്റേ പകുതിയാണ് റിള, തൃപ്തി എന്നുള്ളത്. വഖദ് അമറല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിച്ചിരിക്കുന്നു. വനഹാ അൻ ദുദ്ദിഹി, അല്ലാഹു തആല അതിനെതിരെ വിരോധിച്ചിട്ടുമുണ്ട്. അഥവാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, നന്ദികേട് കാണിക്കരുത് എന്ന് വിരോധിച്ചിട്ടുമുണ്ട്. വസ്ന അല അഹ്ലിഹി, അതുപോലെ തന്നെ നന്ദി കാണിക്കുന്ന ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തിയിട്ടുണ്ട്, മദ്ഹ് ചെയ്തിട്ടുണ്ട്. വവസഫ ബിഹി ഖവാസ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തെരഞ്ഞെടുത്ത പ്രത്യേകമുള്ള ആളുകളാണ് നന്ദി കാണിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലും ആയത്തുകൾ കാണാം. നന്ദി കാണിക്കുന്നവർ ഖലീലാണ് എന്നുള്ള അർത്ഥത്തിലല്ല. വജഅലഹു ഗായത ഖൽഖിഹി വ അംരിഹി, ശുക്ർ കാണിക്കുക എന്നുള്ളതിനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെയും തീരുമാനങ്ങളുടെയും ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹു തആല സൃഷ്ടിപ്പ് നടത്തിയതിന്റെ ലക്ഷ്യമായി രണ്ട്
കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ദിക്റാണ്, രണ്ട് ശുക്റാണ്. ഒന്ന് ദിക്ർ, രണ്ട് ശുക്ർ. ഒന്ന് അള്ളാഹുവിനെ സ്മരിക്കുക, രണ്ട് അള്ളാഹു നന്ദി കാണിക്കുക. ഇതും അള്ളാഹു തആല ശുക്റിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. വവഅദ അഹ്ലഹു ബിഅഹ്സനി ജസാഇഹി, ഈ ശുക്ർ കാണിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തു. വജഅലഹു സബബൻ ലിമസീദി മിൻ ഫദ്ലിഹി, അത് അധികരിച്ച് കിട്ടാൻ. ഇപ്പൊ എന്തൊരു നിഅമത്തിൽ, ഇപ്പൊ ശുക്ർ നാം ആദ്യം പറഞ്ഞത് റിളയും ശുക്രും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം പറഞ്ഞത്, മുസീബത്ത് ബാധിച്ചാലുള്ള അവസ്ഥ. ശുക്ർ അല്ലാതെ ഉണ്ടാവും. ശുക്ർ അടിസ്ഥാനപരമായിട്ട് എന്തിനാ ഉണ്ടാവുക? നിഅമത്ത് ലഭിക്കുമ്പോഴാണ് ഉണ്ടാവുക, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ് ശുക്ർ ഉണ്ടാവുക. പക്ഷെ റിളയുടെ ബാബിൽ സബർ, റിള, ശുക്ർ എന്ന് പറയുമ്പോൾ എന്തിനാ ഉണ്ടാവുക? അത് മുസീബത്ത് ബാധിക്കുമ്പോഴുണ്ടാവും. ഒന്നുകൂടി മനസ്സിലാക്കണം. സബർ, അതിനു മുകളിൽ റിള, അതിനു മുകളിൽ ശുക്ർ എന്നുള്ളത് മുസീബത്ത് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശുക്ർ എന്നുള്ളത് സാധാരണഗതിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഏതിലാണ്? അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ് ശുക്ർ എന്നുള്ള കാര്യം ഉണ്ടാവുക. ഇവിടെ ശുക്റും ഹംദും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഹംദും ശുക്റും. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ട് മാത്രമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ സ്തുതിച്ച് പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക, അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകൾ പറയുക. ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ശുക്ർ എന്നുള്ളത്. ഈ കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞത് റിളയുമായി ബന്ധപ്പെട്ട് സബറുമായി ബന്ധപ്പെട്ട് ശുക്ർ എന്ന് പറയുമ്പോഴാണ് മുസീബത്തിന്റെ ബാബിൽ പറയുന്നത്. അതല്ലാതെ പൊതുവേ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾക്കാണ്. ഇവിടെ പറഞ്ഞത് വജഅലഹു സബബൻ ലിമസീദി മിൻ ഫദ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യത്തിൽ നിന്ന് വർധനവ് ലഭിക്കാൻ എന്ത് കാരണമാകും? നന്ദി കാണിക്കുന്നത് കാരണമാകും. ഇതെല്ലാം അല്ലാഹു ഖുർആനിൽ ആയത്തുകളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വഹാരിസൻ വഹാഫിബൻ ലിനിഅമതിഹി, അതുപോലെ തന്നെ നന്ദി കാണിക്കുന്നവർക്ക് അവരുടെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു സംരക്ഷിച്ചു കൊടുക്കുന്നതാണ്. വഖ്ബറ അന്ന അഹ്ലഹു ഹുമുൽ മുൻതഫിഊന ബിആയാതിഹി, അതുപോലെ തന്നെ അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ് നന്ദി കാണിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ഉപകാരം ലഭിക്കുന്ന ആളുകൾ. നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആയാത്തുകൾ അതുകൊണ്ട് ഉപകാരം ലഭിക്കും. വഷ്തഖ ലഹും ഇസ്മൻ മിൻ അസ്മാഇഹി, അവർക്കുള്ള പേര് അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നവരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല നാമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ്? ഫഇന്നഹു സുബ്ഹാനഹു ഹുവശ് ശക്കൂർ. നന്ദി കാണിക്കുന്ന ആളുകൾ എന്താ പറയുക? ഷാക്കിർ എന്നോ ഷക്കൂർ എന്നോ പറയും. അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ടതാണ് എന്ത്? ഷക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമമാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പേരാണ് നന്ദി കാണിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. വഹുവ മൂസിലു ശാക്കിരി ഇലാ മഷ്കൂരിഹി, അള്ളാഹുവാണ് നന്ദി കാണിക്കുന്ന ഒരാളെ ആർക്ക് വേണ്ടിയാണോ നന്ദി കാണിച്ചത് അവനിലേക്ക് അടുപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവാണ് നന്ദി കാണിക്കുന്നവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. ബൽ യുഈദു ശാക്കിറ മഷ്കൂറൻ, മാത്രമല്ല ആ നന്ദി കാണിക്കുന്നവൻ ആരാണോ അവന് തിരിച്ച് നന്ദി കാണിക്കപ്പെടുന്ന ഒരാളാക്കി മാറ്റുന്നതും. അതായത് ഇപ്പൊ നമുക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു, ആ അനുഗ്രഹം ലഭിച്ചിട്ട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വിചാരിക്കുക. അത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്, നന്ദി കാണിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആ നന്ദി കാണിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹുവിനെ ഒരു ഇബാദത്ത് ചെയ്യാനും സാധിക്കും. ഇതൊന്നാമത്തെ ഭാഗം. അവിടെ മാത്രമല്ല, ബൽ യുഈദു ശാക്കിറ മഷ്കൂറൻ, ആ നന്ദി കാണിക്കുന്നവനെ യഥാർത്ഥത്തിൽ നന്ദി കാണിക്കപ്പെടുന്നവനാക്കി മാറ്റുന്നു. അതെങ്ങനെയാ ആക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാ ആയി വരുന്നത്? അതായത് ആ നന്ദി കാണിക്കുന്നതിലൂടെ അള്ളാഹു അവനോട് എന്ത് കാണിക്കുന്നു? നന്ദി കാണിക്കുന്നു. അള്ളാഹുവിന്റെ നാമം ഷക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട് അടിമകളോട് അള്ളാഹു എന്ത് കാണിക്കുന്നുണ്ട്? നന്ദി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നന്ദി കാണിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല നന്ദി കാണിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് ആവർത്തിച്ച് വരുന്നു. വഹുവ ഗായത്തു റിളർ റബ്ബി മിൻ അബ്ദിഹി, ഈ ശുക്ർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു തൃപ്തി, അടിമയിൽ നിന്നുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ഒരു തൃപ്തിയാണ് എന്തുണ്ടാകുന്നത്? ഈ ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ നിലക്ക് ശുക്റിന്റെ ഫദ്ലുകൾ ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട്, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തുൻ നഹ്ലിലെ 114-ാമത്തെ ആയത്തിൽ, വഷ്കുറൂ നിഅമതല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക,
നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന അടിമകളുടെ വിശേഷണമായിക്കൊണ്ട് അല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമായിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് നന്ദി കാണിക്കുക എന്നുള്ളത്. വഫി സ്വഹീഹൈൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, അന്നഹു ഖാമ ഹത്താ തവർറമത് ഖദമാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ കാലിൽ നീര് വരുവോളം, അഥവാ ഒരുപാട് നേരം നിന്നിട്ടുള്ള ആ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫഖീല ലഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, തഫ്അലു ഹാദാ വഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ. നബിയെ, താങ്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, താങ്കളുടെ പാപങ്ങളാണെങ്കിലോ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമെല്ലാം പൊറുക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം നൽകിയിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഫദ്ലാണ് വരാൻ പോകുന്ന പാപങ്ങൾ കൂടി പുറത്തു കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സാധാരണ കൂടുതൽ സൽക്കർമ്മങ്ങൾ, നഫ്ലുകൾ വർദ്ധിപ്പിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ എന്തിനാ? ഫർളിൽ വരുന്ന കുറവുകൾക്കും പാപങ്ങൾ പുറത്തു കിട്ടാനുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെയും നിങ്ങൾ ഇങ്ങനെ വേദന സഹിച്ച് ബുദ്ധിമുട്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചോദിച്ചപ്പോൾ ഖാല, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ അബൂ ദാവൂദ്, നസായി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വഖാല ലി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി യാ മുആദ്, അല്ലാഹുവാണേ മുആദ്, ഇന്നി ലഉഹിബ്ബുക, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. ഫലാ തൻസ അൻ തഖൂല ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ, നീ മറക്കരുത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ പറയാൻ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടേ എന്നുള്ളത്. നന്ദി കാണിക്കാൻ, അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, വാസ്ലു ശുക്രി ഫീ വദ്ഇൽ ലിസാൻ, ശുക്രിന്റെ അടിസ്ഥാനം, നന്ദി കാണിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാവിൽ ഉണ്ടാവുക എന്നുള്ളതാണ്, നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ദുഹൂർ അഥറിൽ ഗിദാ ഫി അബ്ദാനിൽ ഹയവാൻ ദുഹൂറൻ ബയ്യിനൻ, ഒരു ഏതെങ്കിലും ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ നല്ല പോഷകമുള്ള ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടയാളം അതിന്റെ ശരീരത്തിൽ പ്രകടമാവും. ഒരാൾ നല്ല ഭക്ഷണവും ഇതൊക്കെ പോഷകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം തടി നന്നാവും, നല്ല ഗുണം ഉണ്ടാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ശോഷിച്ചു പോകും. അത് പ്രകടമായി കാണുന്ന കാര്യമാണ്. കദാലിക ഹഖീഖത്തുഹു ഫിൽ ഉബൂദിയ്യ, അതുപോലെ തന്നെ ഈ ഉബൂദിയത്തിന്റെ യാഥാർത്ഥ്യവും അങ്ങനെ തന്നെയാണ്. വഹുവ ദുഹൂറു അഥരി നിഅമത്തില്ലാഹി അലാ ലിസാനി അബ്ദിഹി, അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരടിമയ്ക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ നാവിൽ നിന്ന് അത് പ്രകടമായിരിക്കണം, അവന്റെ നാവിൽ അത് പ്രകടമായിട്ട് ഉണ്ടായിരിക്കണം. തനാഅൻ വഇഅ്തിറാഫൻ, എങ്ങനെയാണ് നാവ് കൊണ്ട് അള്ളാഹുവിന് ശുക്ർ കാണിക്കുക? അനുഗ്രഹങ്ങൾക്ക്, ആ അനുഗ്രഹങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കണം, അതിനെ അംഗീകരിക്കണം. അനുഗ്രഹങ്ങളെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നൽകി എന്ന നിലക്ക് അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹു ആണ് എനിക്ക് നൽകിയത് എന്നുള്ളതിൽ അതിനെ അംഗീകരിക്കുക. വഅല ഖൽബിഹി, ഖൽബ് കൊണ്ട് എങ്ങനെയാണ്? ഷുഹൂദൻ വ മഹബ്ബത്തൻ, അത് ബോധ്യപ്പെടുക, ഇത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഖൽബിൽ ആ ബോധ്യം ഉണ്ടാവുക. നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. വ മഹബ്ബത്തൻ, ആ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുക ഖൽബിൽ, ഈ അനുഗ്രഹങ്ങൾ നൽകിയത് അള്ളാഹു ആണ് എന്ന നിലക്ക്. വഅല ജവാരിഹിഹി, അവയവങ്ങൾ കൊണ്ട് എങ്ങനെയാണ്? ഇൻഖിയാദൻ വ ത്വാഅതൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്താണോ അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു കൽപ്പിച്ച പോലെ ജീവിക്കുക. എന്ത് നമുക്ക് സമ്പത്താണോ ലഭിച്ചത് അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക. ആരോഗ്യമാണോ, സൗന്ദര്യമാണോ, കേൾവിശേഷിയാണോ, കാഴ്ചശക്തിയാണോ, അറിവാണോ, എന്തോ ആവട്ടെ അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക. വശുക്ർ മബ്നിയുൻ അലാ ഖംസി ഖവാഇദ്, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, നന്ദി കാണിക്കുക എന്നുള്ളത് 5 ഖായിദകളുടെ മേലെയാണ് നിലനിൽക്കുന്നത്. 5 ഖായിദകളുടെ മേലെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത് നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് ഖുദൂഉ ശാകിരി ലിൽ മഷ്കൂർ, ആരോടാണോ നന്ദി കാണിക്കുന്നത് ആ നന്ദി കാണിക്കപ്പെടുന്നതിനോട് നന്ദി കാണിക്കുന്നവന് അങ്ങേയറ്റത്തെ താഴ്മയുണ്ടാവുക. ചുരുക്കത്തിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ വിധേയത്വവും താഴ്മയും ഉണ്ടാവുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത് വഹുബ്ബുഹു ലഹു, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുക. വഇഅ്തിറാഫുഹു ബിനിഅ്മതിഹി, മൂന്നാമത്തേത് ആ അനുഗ്രഹം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം
5 ഖായിദകളാണ് ഒരാൾ അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഒന്നാമത്തേത് ഖുദൂ, അങ്ങേയറ്റത്തെ താഴ്മ. 2 അള്ളാഹുവിനോടുള്ള ഇഷ്ടം. 3 ആ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുക. 4 വസ്സനാഉ അലൈഹി ബിഹാ, ആ അനുഗ്രഹങ്ങളുടെ മേലെ അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മദ്ഹ് ചെയ്യുക. 5-ാമത്തേത് വഅല്ലാ യസ്തഅമിലഹാ ഫീഹാ യക്റഹു, ആ നൽകിയ അല്ലെങ്കിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ലഭിച്ച നന്ദി കാണിക്കേണ്ട അനുഗ്രഹം എന്താണോ അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 5 കാര്യങ്ങളാണ് ഒരാൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്നതിന്റെ ഖായിദകൾ. 1 ഖുദൂഅ്, താഴ്മ. 2 അള്ളാഹുവിനോടുള്ള ഇഷ്ടം. 3 അനുഗ്രഹങ്ങൾ അംഗീകരിക്കുക. 4 അള്ളാഹുവിനെ പുകഴ്ത്തുക. 5 ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചെയ്യാതിരിക്കുക. ഫഹാദിഹിൽ ഖംസതു ഹിയ അസാസു ശുക്ർ, ഈ 5 കാര്യങ്ങൾ ശുക്റിന്റെ അടിസ്ഥാനമാണ്. വബിനാഉഹു അലൈഹ, നന്ദി കാണിക്കുക, ശുക്ർ എന്നുള്ളത് ഇതിന്റെ മേലെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഫമതാ ഉദിമ മിൻഹാ വാഹിദത്തുൻ, ഇതിൽ നിന്ന് ഒന്ന് തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇഖ്തല്ല മിൻ ഖവാഇദി ശുക്രി ഖാഇദത്തുൻ, ശുക്റിന്റെ ഖായിദകളിൽ നിന്ന് ഒന്ന് ഒഴിവായ പോലെയാണ്. ഈ 5 എണ്ണത്തിൽ നിന്ന് ഒന്ന് പോയാൽ തന്നെ ആ ശുക്റിന്റെ പരിപൂർണത അവിടെ നഷ്ടപ്പെടും. وكل من تكلم في شكره وحده فكلامه إليها يرجع وعليها يدور, എപ്പോഴെല്ലാം ശുക്റിനെ പറ്റി ആരെന്ത് സംസാരിച്ചാലും, ആരെന്ത് നന്ദി കാണിക്കുന്നതിനെ പറ്റി സംസാരിച്ചാലും ഈ 5 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രമേ അത് നിൽക്കുകയുള്ളൂ. ഈ 5 കാര്യങ്ങളിലേക്കാണ് അത് മടങ്ങുക. ഫഖീല, ചിലർ പറഞ്ഞത് കാണാം, സൽഫുകളിൽ ചിലർ, ഹദ്ദുഹു അന്നഹു ലിഅ്തിറാഫു ബിനിഅമത്തിൽ മുൻഇം അലാ വജ്ഹിൽ ഖുദൂ'. ചില ആളുകൾ അതിനൊന്ന് വിശദീകരിച്ച് പറഞ്ഞത്, ശുക്റിന്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശുക്റിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുക അങ്ങേയറ്റത്തെ താഴ്മയോടെ. അങ്ങേയറ്റത്തെ താഴ്മയോടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അംഗീകരിക്കൽ ശുക്റാണെന്ന് പറഞ്ഞു കാണാം. വഖീല, മറ്റു ചിലർ പറഞ്ഞു, ഹുവ ഉഖൂഫുൽ ഖൽബി അലാ മഹബ്ബത്തിൽ മുൻഇം, അത് ഖൽബ് കൊണ്ട് ഒരു ഇഅ്തികാഫ് ഇരിക്കലാണ്. ഏത് നിലക്ക്? ആരാണോ നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് അവനോടുള്ള ഇഷ്ടം കൊണ്ട് ഖൽബ് നിറയുക, അതാണ് ഖൽബിന്റെ ഇഅ്തികാഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. വൽ ജവാരിഹ് അലാ ത്വാഅതിഹി, അവയവങ്ങൾ കൊണ്ട് ആ അനുഗ്രഹങ്ങൾ നൽകിയവനെ അനുസരിക്കുക. വജറയാനിൽ ലിസാനി ബിദിക്രിഹി വസ്സനാഇ അലൈഹി, നാവിലെപ്പോഴും അള്ളാഹുവിന്റെ ദിക്റും അള്ളാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തലും വാഴ്ത്തലും എപ്പോഴും ഉണ്ടായിരിക്കുക. വഖാല ദാവൂദ് അലൈഹിസ്സലാം, ഒരു അസർ ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയുണ്ടായി, യാ റബ്ബി കൈഫ അഷ്കുറുക്, ഏ റബ്ബേ ഞാൻ എങ്ങനെയാണ് നിന്നെ നന്ദി കാണിക്കുക, എങ്ങനെയാണ് നിനക്ക് നന്ദി കാണിക്കുക. വശുക്രി, എന്നിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വശുക്രി നിഅമത്തുൻ അലയ്യ മിൻ ഇൻദിക തസ്തൗജിഉ ബിഹാ ശുക്രൻ, ഞാൻ ഒരു നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെ നീ എന്റെ മേലെ ചൊരിയുന്ന ഒരു അനുഗ്രഹമാണ്, വീണ്ടും നന്ദി കാണിക്കാൻ വേണ്ടി. അതായത് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ എന്താണ്? അള്ളാഹുവിന്റെ മറ്റൊരു അനുഗ്രഹമാണ്. അത് ഞാൻ വീണ്ടും നിനക്ക് നന്ദി കാണിക്കേണ്ട ഒരു കാര്യമായി തീരുകയാണ്. പിന്നെ എങ്ങനെയാണ് നിനക്ക് നന്ദി കാണിക്കുക എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. ഫഖാല, അല്ലാഹു പറഞ്ഞു, അൽ ആന ശകർതനി യാ ദാവൂദ്, ദാവൂദ് ഇപ്പോൾ നീ എനിക്ക് നന്ദി കാണിച്ചിട്ടുണ്ട്. അഥവാ ആ ഒരു ബോധം ഉണ്ടാവണം, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അതൊരിക്കലും എനിക്ക് പരിപൂർണമായി ചെയ്യാൻ സാധിക്കൂല ആ നന്ദി കാണിക്കൽ എന്നുള്ള അംഗീകരിക്കൽ, ആ താഴ്മ, ആ ബോധം, അത് തന്നെയാണ് നന്ദി എന്ന് ഒരു അസ്റിൽ വന്നത് കാണാം. വഖാൽ അൽ ജുനൈദ് റഹിമഹുല്ലാ, ജുനൈദ് റഹിമഹുല്ലാ, ഒരു ദർസിൽ ആരാണ് ജുനൈദ് റഹിമഹുല്ലാ? കാരണം ഈ കിതാബിൽ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ സുഹുദിന്റെയും സുന്നത്ത് അനുസരിച്ചിട്ടുള്ള സുഹുദിന്റെയും യഥാർത്ഥ അഖീദയിൽ നിന്നുകൊണ്ടുള്ള സുഹുദിന്റെയും പാത നയിച്ചിട്ടുള്ള അതിലെ ഇമാമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ബഗ്ദാദിലുള്ള ജുനൈദ് എന്നുള്ളത്. ജുനൈദ് റഹിമഹുല്ലാ ബഗ്ദാദിലുണ്ടായിരുന്ന അദ്ദേഹം പറയാണ്, വഖദ് സഅലഹു സരിയുൻ അനി ശുക്ർ, ഒരിക്കൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഉസ്താദായിട്ടുള്ള സരിയു അസ്സഖത്തി, ഈ ജുനൈദ് റഹിമഹുല്ലയുടെ ഉസ്താദാണ്, ബഗ്ദാദുകാരനാണ്. അദ്ദേഹം ഒരിക്കൽ ജുനൈദ് റഹിമഹുല്ലയോട് ശുക്റിനെ പറ്റി ചോദിച്ചു, നന്ദിയെ പറ്റി ചോദിച്ചു. വഹുവ സബിയുൻ, ജുനൈദ് റഹിമഹുല്ല കുട്ടിയായിരിക്കുന്ന കാലത്താണ് ചോദ്യം ചോദിക്കുന്നത്. ബഅദു, അപ്പൊ അദ്ദേഹം ജുനൈദ് റഹിമഹുല്ല ഉസ്താദായിട്ടുള്ള സരിയ സഖത്തി റഹിമഹുല്ലയോട് പറഞ്ഞു, അശുക്ർ, ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാ യുസ്തആന ബിശൈഇൻ മിൻ നിഅമില്ലാഹി അലാ മആസിഹി, അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് ശുക്ർ എന്നുള്ളത്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട്, അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ട്, അള്ളാഹു നൽകിയ കാഴ്ചശക്തി കൊണ്ട്,
അള്ളാഹു നൽകിയ കേൾവി ശക്തി കൊണ്ട്, അള്ളാഹു നൽകുന്ന ഭക്ഷണം കൊണ്ട്, അള്ളാഹു നൽകുന്ന സംസാരശേഷി കൊണ്ട്, അള്ളാഹു നൽകിയ ശരീരം കൊണ്ട്, അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് ശുക്ർ എന്ന് ജുനൈദ് റഹിമഹുള്ള പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സരി റഹിമഹുള്ള പറഞ്ഞു, ഫഖാല മിൻ ഐന ലക ഹാദാ, നിനക്ക് എവിടുന്നാണ് ശുക്റിന് ഈ ഒരു താരീഫ് കിട്ടിയത് ചോദിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖിനോട് പറയാണ്, മിൻ മുജാലസതിക്, നിങ്ങളുടെ ദർസുകൾ ഇരുന്നിട്ട് കിട്ടിയതാണ്, എനിക്ക് മനസ്സിലായതാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ശുക്റിനെ സംബന്ധിച്ചിട്ടുള്ള നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ധാരണ, ഈ പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത മൻസിലത്തുൽ ഹയാ, ലജ്ജയുടെ മൻസിലത്ത്, ലജ്ജ കാണിക്കുന്നതിന്റെ, അള്ളാഹുവിനോട് ഹയാ ഉണ്ടാകുന്നതിന്റെ, അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകുന്നതിന്റെ മൻസിലത്ത്. قال الله تعالى, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്തിൽ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നിങ്ങളുടെ മേലെ റഖീബാണ്. വഖാല തആല, സൂറത്തു ഗാഫിറിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണുകളുടെ കട്ടുനോട്ടവും ഖൽബിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്നുള്ള സമയങ്ങളിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യില്ല. ആ ആളുകൾ തന്നെ നമ്മുടെ ഉറ്റമിത്രങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യില്ല. ചിലപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഉസ്താദുമാരുടെ മുമ്പിലോ അങ്ങനെ സമൂഹത്തിൽ മാന്യന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെയ്യില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു രാജാവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെക്കാൾ മേലെ അധികാരമുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്യില്ല. കാരണം എന്താണ്? അത് ലജ്ജയാണ്. കാരണം അവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അത് മോശമാണ് എന്നുള്ള ലജ്ജയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റബ്ബായിട്ടുള്ള, ആകാശഭൂമികളുടെ മലിക്കുൽ അംലാക്കായിട്ടുള്ള, രാജാതിരാജനായിട്ടുള്ള, എല്ലാത്തിനെയും അധികാരപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാ സമയവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ചിന്തകളും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ഉണ്ടായിരിക്കേണ്ട മഹത്തായിട്ടുള്ള ഒരു ഗുണമാണ് അൽ ഹയാ എന്നുള്ളത്. ആ ഒരു മൻസിലത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു മൻസിലത്താണ്. അതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അലീമാണ് എന്നുള്ള ആയത്തുകൾ ഇതിന്റെ ആദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. വഫി സഹീഹ് മിൻ ഹദീസ് ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിറജുലിൻ, സഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തിയുടെ കൂടെ നടന്നുപോയി. വഹുവ യഅദു അഖാഹു ഫിൽ ഹയാഇ, ആ വ്യക്തി തന്റെ സഹോദരനെ, മറ്റൊരു ആളെ ലജ്ജയുടെ പേരിൽ ഉപദേശിക്കുകയാണ്. നീ ലജ്ജയുള്ളവനാവണം പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ്. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശിക്കുന്ന ആളോട് പറഞ്ഞു, ദഅഹു, നീ വിട്ടേക്ക്. കുറെ ഉപദേശിക്കുകയാണ്, പറഞ്ഞു നീ വിട്ടേക്ക്. ഫൈനൽ ഹയാ മിനൽ ഈമാൻ, ഹയാ എന്നുള്ളത് ഈമാനിൽ നിന്നുള്ളതാണ്. അഥവാ ഈമാൻ ഉള്ളവർക്കാണ് എന്തുണ്ടാവുക? ഹയാ ഉണ്ടാവുക. അത് വേറൊരു രീതിയിലൂടെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഈമാനിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. വഫീഹിമാ അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ, ഒരു കന്യകയായ ഒരു പെണ്ണ് അവളുടെ മണിയറയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം ലജ്ജയുണ്ടാവുമോ അത്രത്തോളം ലജ്ജയുള്ള ആളായിരുന്നു, അതിനേക്കാൾ ലജ്ജയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായിട്ട് എന്തെങ്കിലും കാര്യം കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത്രത്തോളം ലജ്ജയുള്ള ആളായിരുന്നു. ഫൈദാ റഅ ശൈഅൻ യക്റഹുഹു അറഫ്നാഹു ഫീ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ എല്ലാം അത് അവിടുത്തെ മുഖത്ത് തെളിയുമായിരുന്നു, കാണുമായിരുന്നു. മോശപ്പെട്ടൊരു വാക്ക് കേട്ടാൽ, പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ മുഖത്ത് അത് വെളിവാകുമായിരുന്നു. വൽ ഹയാഉ മിനൽ ഹയാത്ത് എന്ന് ഇബ്നു ഖയ്യിം പറയുകയാണ്. എന്താണ് ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹയാ എന്നുള്ളത് ഹയാത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ. വഅലാ ഹസബി ഹയാത്തിൽ ഖൽബ് യകൂനു ഫീഹി ഖുവ്വത്തു ഖുലുഖിൽ ഹയാ, ഒരാളുടെ കൽബിന്റെ ഹയാത്ത്, കൽബിന്റെ ജീവൻ എത്രയുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ സ്വഭാവത്തിൽ ലജ്ജ എന്നുള്ള സ്വഭാവം ഉണ്ടാവും. അഥവാ കൽബ്, ആരോഗ്യമുള്ള കൽബുണ്ടാകും, രോഗം ബാധിച്ച കൽബുണ്ടാകും, അതുപോലെ തന്നെ മയ്യിത്തായ കൽബുണ്ടാവും. കാഫിരിങ്ങളുടെ കൽബാണ് മയ്യിത്തായ കൽബ്. രോഗം ബാധിച്ചത് പൊതുവെ മുനാഫിഖീങ്ങൾക്ക് പറയുന്നതാണ്. ഹയാത്തുള്ള കൽബ് മുഅ്മിനീങ്ങളുടെ. അപ്പൊ എത്രത്തോളം കൽബിന് ഹയാത്തുണ്ടോ അതനുസരിച്ചിട്ടാണ് അവന്റെ സ്വഭാവത്തിൽ ലജ്ജ ഉണ്ടാവുക.
വഖില്ലത്തുൽ ഹയാ മിൻ മൗത്തിൽ ഖൽബി വറൂഹ്. ഹയാ ഇല്ലാതാവുക അല്ലെങ്കിൽ ഹയാ കുറയുക എന്നുള്ളത് കൽബും ആത്മാവും റൂഹുമെല്ലാം ചത്തുപോകുന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഫകുല്ലമാ കാനൽ ഖൽബു അഹ്യാ കാനൽ ഹയാഉ അതം. എപ്പോഴെല്ലാം കൽബിന്റെ ജീവൻ പരിപൂർണമാകുന്നുവോ അത്രത്തോളം അവന്റെ ലജ്ജയും പരിപൂർണമായിരിക്കും. ഖാൽ ജുനൈദ് റഹിമഹുല്ലാ, ജുനൈദ് റഹിമഹുല്ലാ പറഞ്ഞ വാക്ക് കാണാം, അൽ ഹയാഉ റുഅയത്തുൽ ആലാഹ്. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ട് ബോധ്യപ്പെടുക. വറുഅയത്തു തഖ്സീർ, തന്റെ കുറവുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. ലജ്ജ എന്ന് പറഞ്ഞപ്പോൾ പലരും അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാവണം എന്നൊക്കെ പറയും. അപ്പൊ എങ്ങനെ ലജ്ജ ഉണ്ടാവുന്നുണ്ട്, എങ്ങനെ ലജ്ജ കാണിക്കേണ്ടത് പറയാണ്. ഒന്ന്, അള്ളാഹു ഇങ്ങോട്ട് നൽകിയ അനുഗ്രഹങ്ങളെയും അള്ളാഹു നൽകിയ ഔദാര്യങ്ങളെയും കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്റെ കുറവുകൾ, താൻ അള്ളാഹുവിനോട് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള കുറവുകളും ന്യൂനതകളും ബോധ്യപ്പെട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്നിട്ട് പറയാണ്, ഫയതവല്ലദു ബൈനഹുമാ ഹാലത്തുൻ തുസമ്മ അൽ ഹയാ. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലാണ് എന്തുണ്ടാവുക, ഹയാ എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും എങ്ങനെ ഉണ്ടാകുന്നുവോ അതിന്റെ ഇടയിൽ നിന്നാണ് ഹയാ ഉണ്ടാവുക. വഹഖീഖതുഹു, അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ യബ്അതു അലാ തർക്കിൽ ഖബാഇഹ്, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു സ്വഭാവത്തിനാണ് ഹയാ എന്ന് പറയുന്നത്. വയംനഉ തഫ്രീത ഫീ ഹഖ് സാഹിബിൽ ഹഖ്, ആർക്കാണോ ഹക്ക് വീട്ടേണ്ടതോ, നമ്മളിൽ നിന്ന് അവകാശങ്ങൾ ലഭിക്കേണ്ടത് ആർക്കാണോ ആ അവകാശങ്ങളിൽ കുറവ് വരുത്താതിരിക്കുക എന്നുള്ളത്. ഹയാ എന്നുള്ള സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, മ്ലേച്ഛമായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥ. രണ്ട്, നമ്മളിൽ നിന്ന് ഹക്ക് ലഭിക്കേണ്ട ആളുകൾ, അത് നമ്മുടെ മാതാപിതാക്കളാവട്ടെ, കുടുംബക്കാരാവട്ടെ, അയൽവാസികളാവട്ടെ, അതിഥികളാവട്ടെ, ഹക്ക് ലഭിക്കേണ്ട ആളുകളുണ്ടല്ലോ, അവരുടെ ഹക്കിൽ വീഴ്ച വരുത്താതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഹയാ എന്നുള്ള സ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം. അതുകൊണ്ടാണ് അൽ ഹയാ ഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പറയാൻ. കാരണം ഏതൊരു നന്മയും ഒരാൾ ചെയ്യുന്നത് ഈ ഹയാ ഉള്ളത് കൊണ്ടാണ്, ഈ ലജ്ജ ഉള്ളത് കൊണ്ടാണ്. وقال يحيى بن معاذ وقال فضيل بن عياض رحمه الله, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖംസും മിൻ അലാമാത്തി ശഖ്വ, 5 കാര്യങ്ങൾ ഒരാളുടെ ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. അൽ ഖസ്വതു ഫിൽ ഖൽബ്, ഖൽബിൽ ഖസ്വത്ത് ഉണ്ടാവുക, കാഠിന്യം ബാധിക്കുക എന്നുള്ളത്. വജുമൂദുൽ ഐൻ, കണ്ണ് വരണ്ടു പോവുക, അതായത് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാത്ത കണ്ണുണ്ടാവുക. വഖില്ലത്തുൽ ഹയാ, ലജ്ജ ഇല്ലാതാവുക. വറഗ്ബത്തു ഫി ദുനിയ, ദുനിയാവിനോട് ആർത്തി ഉണ്ടാവുക. വതൂലുൽ അമൽ, ദുനിയാവിൽ ഒരുപാട് കാലം ഇനിയും ആയുസ്സുണ്ട് എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുക. ഈ 5 കാര്യങ്ങൾ ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. ഖൽബിന് കാഠിന്യം ബാധിക്കുക, കണ്ണിന് അള്ളാഹുവിനോർത്ത് കരയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കണ്ണുണ്ടാവുക, ലജ്ജ ഇല്ലാതാവുക, ദുനിയാവിനോട് ആർത്തി ഉണ്ടാവുക, ഇനിയും ഒരുപാട് ആയുസ്സും കാര്യങ്ങളും എനിക്കിവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുക. ഈ 5 കാര്യങ്ങൾ. വഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മനിസ്തഹ്യാ മിനല്ലാഹി മുതീഅൻ, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ലജ്ജ കാണിച്ചാൽ, ഇസ്തഹ്യാ മിൻഹു വഹുവ മുദ്നിബുൻ, അവൻ പാപം ചെയ്യുമ്പോൾ അള്ളാഹു അവനോട് ലജ്ജ കാണിക്കും. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് ലജ്ജിക്കുന്നവനായാൽ അവൻ പാപം ചെയ്യുമ്പോൾ അള്ളാഹു അവനോട് ലജ്ജിക്കുന്നവനാകും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഹാദൽ കലാമു യഹ്താജു ഇലാ ശർഹിൻ, ഈ ഒരു വാക്ക് വിശദീകരിക്കൽ ആവശ്യമാണ്, എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു, ഒരടിമ പാപം ചെയ്യുമ്പോൾ അള്ളാഹു ഇങ്ങോട്ട് ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് പറയാണ്, വമഅനാഹു, അതിന്റെ അർത്ഥം, അന്ന മൻ ഗലബ അലൈഹി ഖുൽഖുൽ ഹയാ മിനല്ലാഹി ഹത്താ ഫീ ഹാലി ത്വാഅതിഹി, ഒരാൾക്ക് അവന്റെ ലജ്ജ എന്നുള്ള സ്വഭാവം വളരെ കൂടുകയാണ്. ലജ്ജ എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ, അത് സാധാരണ രീതിയിൽ കൂടുകയാണ്. അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ കൂടി ഉണ്ടാവുകയാണ്. അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിലും കൂടി ലജ്ജ ഉണ്ടാവുകയാണ്. കാരണം അത്രത്തോളം ലജ്ജയുടെ ഉന്നതമായ ഒരു അവസ്ഥയിൽ ഒരാൾ കർമ്മങ്ങൾ ചെയ്യാൻ. ഫഖൽബുഹു മുത്രിഖുൻ ബൈന യദൈഹി ഇത്റാഖ മുസ്തഹിൻ ഖജ്ലിൻ, അവന്റെ കൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന, താഴ്മയായി നിൽക്കുന്ന, അങ്ങേയറ്റം ലജ്ജയുള്ള ആളായിട്ടാണ് അവൻ ജീവിക്കുന്നത്. അങ്ങേയറ്റം ലജ്ജയുള്ള ആളായിട്ടാണ് ജീവിക്കുന്നത്. ഫൈനഹു ഇദാ വാഖഅ ദംബൻ, അങ്ങനെയുള്ള ഒരുവൻ, അഥവാ അള്ളാഹുവിനോട് സാധാരണഗതിയിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും എല്ലാ ഗതിയിലും പരിപൂർണ ലജ്ജ കാണിക്കുന്ന ഒരുവൻ,
അവൻ ഏതെങ്കിലും ഒരു സമയത്ത് ദുർബലതയിൽ അവനൊരു പാപം സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക, അവന് പാപം ചെയ്തു വിചാരിക്കുക. ഇസ്തഹ്യല്ലാഹു മിൻ നദരിഹി ഇലൈഹി ഫീ തിൽകൽ ഹാലി ലികറാമതിഹി അലൈഹി. അവനോട് അള്ളാഹു കാണിക്കുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ആ പാപത്തിലേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ആ പാപത്തെ പരിഗണിക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജ തോന്നും. ഫയസ്തഹി അൻ യറാ മിൻ വലിയിഹി വമൻ യക്റുമു അലൈഹി മാ യശീനുഹു ഇൻദഹു. അള്ളാഹു ലജ്ജിക്കും. അള്ളാഹുവിന്റെ വലിയായിട്ടുള്ള ഒരുവൻ, അള്ളാഹു ആദരവ് നൽകുന്ന ഒരുവൻ, അള്ളാഹു കറാമത്ത് നൽകിയിട്ടുള്ള ഒരുവൻ, അവന് അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് അള്ളാഹു അവന്റെ മേലെ ലജ്ജിക്കും എന്നുള്ളത്. അവന്റെ മേലെ അള്ളാഹു ലജ്ജ ഉണ്ടാകും. വഫിഷാഹിദി ഷാഹിദും ബിദാലിക്. അത് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സാധാരണഗതിയിലേന് ഉണ്ടാവുന്ന കാര്യമാണ്. ഇനിയൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇബ്നുൽ ഖയ്യിം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഉപമ പറയാണ്. ഫൈന റജുല, ഒരു വ്യക്തി, അള്ളാഹു എന്തിനാണ് നമ്മൾ അടിമ ചെയ്യുന്ന അടിമയോട് എന്തിനാണ് ലജ്ജിക്കുന്നതെന്നാണ്. അതിനൊരു ഉദാഹരണം പറയാണ്. ഒരു വ്യക്തി, ഒരു ആൾ, അയാൾ നല്ല മാന്യനായിട്ടുള്ള നല്ല വ്യക്തിയാണ്, നല്ല മാന്യമായ സ്വഭാവമുള്ള നല്ല ലജ്ജയുള്ള ഒരു വ്യക്തിയാണ്. ഇദത്തലഅ അലാ അഖസ്സിൻ നാസ് ബിഹി വഅഹബ്ബിഹിം ഇലൈഹി വഅഖറബിഹിം മിൻഹു മിൻ സാഹിബിൻ ഔ വലദിൻ ഔ മൻ യുഹിബ്ബുഹു വഹുവ യഖൂനുഹു. ആ നല്ല മാന്യനായിട്ടുള്ള വ്യക്തി, അവന് വളരെ അടുത്ത, അവന് വളരെ പ്രിയപ്പെട്ട, അവന് വളരെ ഇഷ്ടമുള്ള അവന്റെ കൂട്ടുകാരനോ അവന്റെ മകനോ അല്ലെങ്കിൽ സന്താനമോ അല്ലെങ്കിൽ വളരെ അടുത്തതായിട്ടുള്ള ഒരാൾ. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കുറച്ച് മനസ്സിലാക്കാൻ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് വളരെ മാന്യനായിട്ടൊരു വ്യക്തി അവന് വളരെ പ്രിയപ്പെട്ട, അവന് വളരെ അടുപ്പമുള്ള ഒരാളോട് എന്ത് ചെയ്യുകയാണ്? ഒരാള്, അത് ആരോ ആവട്ടെ, അവന്റെ കൂട്ടുകാരനാവട്ടെ അല്ലെങ്കിൽ ഉസ്താദ് ആവട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ആവട്ടെ, അങ്ങനെ ഒരാള്, ഇയാള് നല്ലൊരാളാണ്, ആ മറ്റേ ആളും നല്ലൊരാളാണ്. വഹുവ യഖൂനുഹു. പക്ഷേ ഇവൻ നോക്കുന്ന ആളുണ്ടല്ലോ, ഇവൻ അടുപ്പുള്ള ആള് പറഞ്ഞല്ലോ, രണ്ടാമത്തെ ആള്, അയാള് ഇവനെ ചതിക്കുന്നതോ അല്ലെങ്കിൽ ഇവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതായത് ഒരാൾ, മാന്യനായിട്ടൊരു വ്യക്തി, അവന് പ്രിയപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ട്. ആ പ്രിയപ്പെട്ട മറ്റേ ആളും സാധാരണഗതിയിൽ നല്ല ആളാണ്, ഇവന് വളരെ ഇഷ്ടമുള്ള നല്ല ആളാണ്, നല്ല സ്വഭാവമുള്ള, നല്ല ഗുണമുള്ള, എല്ലാ കാര്യങ്ങളും നല്ലൊരാളാണ്. നമ്മളൊന്ന് ബന്ധിപ്പിച്ചാൽ മതി. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ വിചാരിക്കുക, നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള, നല്ല സ്വഭാവം, നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ വിചാരിക്കുക. ഈ ഒന്നാമത്തെ ആളായിട്ട് നിങ്ങളെ സ്വയം ചിന്തിക്കുക. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ ആള് നമുക്ക്, ഒന്നാമത് പറഞ്ഞ ആള് നമ്മളാന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ, എനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എന്നെ ചതിക്കുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യം ചെയ്യാൻ ഒരാള്. അപ്പൊ ഈ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട, നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന, നല്ല ഗുണങ്ങളുള്ള, നല്ല സ്വഭാവമുള്ള നല്ല ആളാണ്. പക്ഷെ അയാള് നമ്മളോടൊരു തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യം അയാൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അറിയാതെ കണ്ടുപോയി. ആ സമയത്ത് ആദ്യം നമ്മൾ ഉണ്ടാവുന്ന കാര്യം എന്തായിരിക്കും? ഒരു ഹയാ ഉണ്ടാവുക. ആദ്യം നമ്മൾ നമുക്ക് ഒരു ഹയാവ് തോന്നും. അത് വേണ്ടിയിരുന്നില്ല, ഞാനത് നോക്കേണ്ടിയിരുന്നില്ല, ഞാനത് അറിയേണ്ടിയിരുന്നില്ല, അവനെ പറ്റിയിട്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ നോക്കിയോണ്ടല്ലേ ഇപ്പൊ അത് കണ്ടത്, അല്ലെങ്കിൽ ഞാൻ കേട്ടോണ്ടല്ലേ അത് അറിഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മളോട് തന്നെ ഒരു മാന്യനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യും? നമ്മളോട് തന്നെ ആദ്യം തോന്നുന്ന കാര്യം എന്താ? ഒരു പ്രത്യേകമായിട്ടുള്ള ഹയാ ആയിരിക്കും. എത്രത്തോളം തോന്നും? ഞാനാണ് തെറ്റുകാരൻ, ഞാൻ നോക്കാൻ പാടില്ലായിരുന്നു, അവന്റെ ആ കാര്യത്തിലേക്ക് ഞാൻ നോക്കാൻ പാടില്ലായിരുന്നു എന്ന നിലയ്ക്ക് നമുക്ക് തന്നെ തോന്നും. വഹാദ ഗായത്തുൽ കറം. ഇത് അങ്ങേയറ്റത്തെ ഒരു മാന്യതയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക്, അതായത് നല്ലൊരു വ്യക്തി, നല്ല സ്വഭാവമുള്ള ആള്, നല്ല ഗുണങ്ങളുള്ള ആള്, നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ആള്, അയാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ, അയാൾ അറിയാതെ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത് കാണേണ്ടി വരികയാണ്. അതിന്റെ ആദ്യ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യം എന്തായിരിക്കും? നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന നിലക്ക്, നമ്മളത് നോക്കാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു നിലക്ക് തോന്നും. അത് അങ്ങേയറ്റത്തെ മാന്യതയുള്ള ആളുകൾക്ക് ആദ്യം ഉണ്ടാവുന്നതായിരിക്കും. ഇനി വേറെ എന്ത് പ്രതികാര നടപടിയോ എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും ആദ്യത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യമായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള, എപ്പോഴും ലജ്ജ കാണിക്കുന്ന, എപ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ്
സംഭവിച്ചു പോയാൽ അള്ളാഹു അവനോട് അങ്ങോട്ട് ലജ്ജ കാണിക്കുന്നുണ്ട്. അതായത് ആ കാര്യം മനസ്സിലാക്കി തരാനാ പറഞ്ഞത്. അതാണ് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്ക്. ഇനി ഈ വാക്ക് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാകും. മനിസ്തഹ്യ മിനല്ലാഹി മുതീഅൻ, ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ പോലും അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നത്, ഇസ്തഹ്യ മിൻഹു വഹുവ മുദ്നിബുൻ, അവൻ പാപം ചെയ്യുമ്പോൾ പോലും അള്ളാഹു അവനോട് ലജ്ജ കാണിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നൊരു മനസ്സിലാകാനാണ് ഇബ്നുൽ ഖയ്യിം നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉദാഹരണമായി പറഞ്ഞത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വമ്മ ഹയാഉർ റബ്ബി മിൻ അബ്ദിഹി, എന്നാൽ ഒരു അടിമയോട് അള്ളാഹുവിനുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഹയ്യാണ്, അള്ളാഹുവിന്റെ പേരാണ് ഹയ്യ് എന്നുള്ളത്, അള്ളാഹുവിന്റെ സിഫത്താണ് ഹയാ എന്നുള്ളത്, അള്ളാഹുവിന്റെ സിഫത്തും അള്ളാഹുവിന്റെ പേരുമാണ്. എന്നാൽ അള്ളാഹുവിന് അടിമയോടുള്ള ലജ്ജ, അള്ളാഹു അടിമയോട് കാണിക്കുന്ന ലജ്ജ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഉദാഹരണത്തെക്കാൾ അപ്പുറത്താണ്. ആ ഉദാഹരണം അത് മനസ്സിലാക്കി തരാൻ പറഞ്ഞതാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ വേറെ ഇനമാണ് അള്ളാഹുവിന് അടിമയോടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ. ലാ തുദ്രികുൽ അഫ്ഹാം, ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. വലാ തുകയ്യിഫുൽ ഉഖൂൽ, ഒരു മനുഷ്യ ബുദ്ധിക്കും അത് എങ്ങനെയായിരിക്കുമെന്ന് നിർവചിക്കാൻ സാധിക്കില്ല, അത് ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഫൈന്നഹു ഹയാഉ കറമിൻ വബിർരിൻ വജൂദിൻ വജലാലിൻ, അള്ളാഹു കാണിക്കുന്ന ലജ്ജ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഔദാര്യത്തിന്റെയും അങ്ങേയറ്റത്തെ പുണ്യം ചെയ്യുന്നതിന്റെയും അങ്ങേയറ്റത്തെ മഹത്വം നിറഞ്ഞിട്ടുള്ള ഒരു ഹയാ ആണ്. ഫൈന്നഹു ഹയ്യുൻ കരീമുൻ, അള്ളാഹു ലജ്ജയുള്ളവനാണ്, കരീമാണ്, മാന്യനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി, ഒരടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അടിമയോട് ലജ്ജ കാണിക്കുന്നു. അൻ യുറദ്ദഹുമാ സുഫ്രാ, അത് വെറും കൈയോടുകൂടി വിടുന്നതിൽ, അത് വെറും കൈയോടുകൂടി വിടുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു. വയസ്തഹി അൻ യുഅദ്ദിബ ദാ ശൈബത്തിൻ ശാബത് ഫിൽ ഇസ്ലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലായിക്കൊണ്ട് നിരബാധിച്ച വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ലജ്ജിക്കുന്നു. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹുനോട് ദുആ ചെയ്താൽ വെറും കൈയോട് കൂടി വിടാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അതുപോലെ തന്നെ നിരബാധിച്ച ഇസ്ലാമിലായിക്കൊണ്ട് വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിയെ ശിക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതാണ് ആ പറഞ്ഞതിന്റെ ആശയം. അള്ളാഹു ലജ്ജയുള്ളവനാണ്, അള്ളാഹു അടിമയോട് ലജ്ജ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര അള്ളാഹുവിനോട് കാണിക്കണം? അപ്പൊ നമ്മൾ എത്ര അള്ളാഹുവിനോട് കാണിക്കണം? ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഔജഹുൽ ഹയാ, ഹയാഇന്റെ ഇനങ്ങൾ, ഹയാഇന്റെ ഇനങ്ങൾ. വഖദ് ഖസ്സമൽ ഹയാ അലാ 10 ഔജുഹിൻ, ഹയാഇനെ പിന്നെ വേർതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സലഫുകൾ വേർതിരിച്ചിട്ടുണ്ട് 10 തരത്തിൽ. 10 തരത്തിലുള്ള ഹയാ ഉണ്ട്. ഹയാ ജിനായത്തിൻ, കുറ്റം ചെയ്തിട്ടുള്ള ഹയാ. വഹയാ തഖ്സീറിൻ, തന്റെ കുറവ് ബോധ്യപ്പെട്ടിട്ടുള്ള ഹയാ. ഓരോന്ന് വിശദീകരിക്കും പറഞ്ഞിട്ട്. വഹയാ ജലാലിൻ, മഹത്വത്തോടുകൂടി ഉണ്ടാകുന്ന ലജ്ജ. വഹയാ കറമിൻ, ഔദാര്യമുള്ള മാന്യമായിട്ടുള്ള ഒരു ഹയാ. വഹയാ ഹിഷ്മത്തിൻ, ഒരു നാണം തോന്നിയിട്ടുള്ള ഹയാ. ഇത് വിശദീകരിച്ചാലേ മനസ്സിലാവുള്ളൂ, വാക്കുകൊണ്ട് ചിലപ്പോൾ ബോധ്യപ്പെട്ടോണമെന്നില്ല. വഹയാ ഇസ്തിസ്ഗാരി ലിന്നഫ്സി വഹ്തിഖാരി ലഹാ, സ്വന്തം നഫ്സ് അതിനെ വില കുറച്ച് കണ്ടുകൊണ്ട് അത് ഒന്നുമല്ല എന്ന നിലക്കുണ്ടാകുന്ന ലജ്ജ. വഹയാ മഹബ്ബത്തിൻ, ഹുബ്ബോട് കൂടിയിട്ടുള്ള ഹയാ. വഹയാ ഉബൂദിയത്തിൻ, ഉബൂദിയത്തോട് കൂടിയുള്ള ഹയാ. വഹയാ ഷറഫിൻ വഇസ്സത്തിൻ, പ്രതാപത്തോട് കൂടിയിട്ടുള്ള ഹയാ. വഹയാ ഉൽ മുസ്തഹി മിൻ നഫ്സിഹി, സ്വന്തത്തിനോട് തന്നെ ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഹയാ, സ്വന്തത്തിൽ തന്നെ ലജ്ജ തോന്നുന്ന ഹയാ. ഓരോന്നിനും പറ്റി ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഫഅമ്മാ ഹയാ ഉൽ ജിനായ, തെറ്റ് ചെയ്തുണ്ടാകുന്ന ഹയാ. നമ്മളൊരു തെറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ലജ്ജ, അതാ പറയുന്നത്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ നല്ല ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്, നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലജ്ജ ഉണ്ടാവുമല്ലോ, അതാ പറയുന്നത്. ഫമിൻഹു ഹയാഉ ആദം അലൈഹിസ്സലാം ലമ്മാ ഫറ ഹാരിബൻ ഫിൽ ജന്ന, അതിനുദാഹരണമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനുണ്ടായ ഹയാ എന്നുള്ളത്. അഥവാ സ്വർഗത്തിൽ അള്ളാഹു വിരോധിച്ചൊരു ഭക്ഷണം കായ് കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഹയാ, തെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഹയാ. വഹയാ തഖ്സീർ, തന്റെ കുറവുകൾ ബോധ്യപ്പെട്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ഹയാ. കഹയാഇൽ മലായികതി അല്ലദീന യുസബ്ബിഹൂന അൽ-ലൈൽ വൻ-നഹാർ ലാ യഫ്തറൂൻ, ഏതുപോലെ രാവും പകലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹയാ. ഫഇദാ കാന യൗമുൽ ഖിയാമ ഖാലു, അന്ത്യനാളിൽ ആ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, സുബ്ഹാനക്
നീ പരിശുദ്ധനാണ്. മാ അബദ്നാക ഹഖ ഇബാദതിക്, റബ്ബേ നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അഥവാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്, ഞാൻ വേണ്ട പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്നുകൊണ്ടുണ്ടാകുന്ന ലജ്ജ. വഹയാഉൽ ഇജ്ലാൽ, മഹത്വം കൊണ്ടുണ്ടാകുന്ന ഒരാളോടുള്ള മഹത്വം കൊണ്ടുണ്ടാകുന്ന അയാളോടുണ്ടാകുന്ന ലജ്ജ. അതെന്താണ്? ഹുവ ഹയാഉ മഅരിഫത്തിൻ, അത് അള്ളാഹുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയാണ്. വഅലാ ഹസബി മഅരിഫത്തിൽ അബ്ദി ബിറബ്ബിഹി യകൂനു ഹയാഉഹു മിൻഹു, ഒരാൾക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നത് അത്രത്തോളം ഈ ഹയാ ഉണ്ടാവും. അതായത് അള്ളാഹുവിനോടുള്ള മഹത്വം കൊണ്ട് ഉണ്ടാകുന്ന ഹയാ. അള്ളാഹുവിനോടുള്ള മഹത്വം ഉണ്ടാണെങ്കിൽ അള്ളാഹുവിനെ അറിയണം. അപ്പൊ അള്ളാഹുവിനെ എത്ര അറിയുന്നുവോ അപ്പോഴുണ്ടാകുന്ന ഹയാണ് ഹയാഉ ഇജ്ലാൽ എന്ന് പറയുന്നത്. വഹയാഉൽ കറം, ഔദാര്യത്തിന്റെ മാന്യതയുടെ ഒരു മാന്യത എന്നുള്ള സ്വഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു ലജ്ജ. നമുക്ക് മാന്യത എന്നുള്ള സ്വഭാവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ. കഹയാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ലജ്ജ. ഏത് സമയത്ത്? മിനൽ ഖൗമിൽ ലദീന ദഅാഹും ഇലാ വലീമത്തി സൈനബ്, സൈനബ് ബീവിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ വലീമക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ആളുകളെ ക്ഷണിച്ചു. വതവ്വലു ഇൻദഹു, അവര് ഈ ഭക്ഷണം കഴിഞ്ഞിട്ടും പോകാതെ കുറെ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നേരം ഇരുന്നു. ഫഖാമ വസ്തഹ്യ അൻ യഖൂല ലഹും ഇൻസരിഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലജ്ജ തോന്നി. എഴുന്നേറ്റിട്ട് ഇവരോട് നിങ്ങൾ പോണെന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തായിരുന്നു? ലജ്ജ തോന്നി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ആയത്തിറക്കിയത്, അള്ളാഹ് ആയത്തിറക്കിയിട്ട് പറഞ്ഞു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജ കാരണമാണ് നിങ്ങളോട് പറയാത്തത് എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ലജ്ജ, മാന്യത കൊണ്ടുണ്ടാകുന്ന ഒരു ലജ്ജ, അതാണ് ഹയാഉൽ കറം. വഹയാഉൽ ഹിഷ്മതി, ഹിഷ്മത്ത് കൊണ്ടുള്ള അഥവാ നാണം കൊണ്ടുള്ള ലജ്ജ. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഹയായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ലജ്ജ. അൻ യസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദിയുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിക്കാൻ. അഥവാ പുരുഷന്മാരിൽ നിന്ന് മദി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, മനിയല്ല മദി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉളു ആണോ കുളിയാണോ വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, കുളിക്കൽ നിർബന്ധമാണോ എന്ന് അലി റളിയല്ലാഹു അൻഹു സംശയമുണ്ട്. പൊതുവെ മദി വരിക തന്റെ ഭാര്യയുമായിട്ട് ബാഹ്യമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടാവുന്ന സമയത്താണ്. അപ്പോൾ അലി റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. ലി മകാനി ഇബ്നതിഹി മിൻഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായതുകൊണ്ട് തന്നെ ഈ മദി വന്നാൽ കുളിക്കണോ വേണ്ടെന്ന് ചോദിക്കാൻ അലി റളിയല്ലാഹുവിന്റെ ഒരു നാണം, അലി റളിയല്ലാഹുവിന് ഒരു നാണക്കേട്, ഭാര്യയുടെ ഉപ്പാനോട് പോയിട്ട് ഈ കാര്യം ചോദിക്കാൻ. അങ്ങനെ ഉണ്ടാകുന്ന ലജ്ജക്കാണ് ഹയാഉ ഹിഷ്മത്തിൻ. അലി റളിയല്ലാഹുവിന് പിന്നീട് മിഖ്ദാദ് റളിയല്ലാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ആ കാര്യം റസൂലുള്ളാഹിനോട് ചോദിച്ചത്. എന്നിട്ടാണ് ആ കാര്യം വുളു എടുത്താൽ മതി, ഗുസ്ല് മനീനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അതാണ് ഹയാഉൽ ഹിഷ്മ. വഹയാഉൽ ഇസ്തിഹ്ഖാർ വസ്തിസ്ഗാരിൽ നഫ്സ്, സ്വന്തം നഫ്സ് അതൊന്നുമല്ല എന്ന നിലക്ക് സ്വന്തത്തിനെ വില കുറച്ച് കണ്ടുകൊണ്ടുണ്ടാകുന്ന ഒരു ലജ്ജ. സ്വന്തം ഞാൻ ഒന്നുമല്ല എന്നുള്ള നിലക്ക് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ. കഹയാഇൽ അബ്ദി മിൻ റബ്ബിഹി, അതേതുപോലെയാണ് ഒരു അടിമക്ക് തന്റെ റബ്ബിനോട് ഉണ്ടാകുന്ന ലജ്ജ. ഹീന യസ്അലഹു ഹവായിജഹു, അവൻ അവന്റെ റബ്ബിനോട് അവന്റെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ. ഇഹ്തിഖാറൻ ലിശഅനി നഫ്സിഹി വസ്തിസ്ഗാറൻ ലഹാ, ഞാൻ ഒന്നുമല്ല, എനിക്ക് എന്നെ കൊണ്ട് കഴിയൂല, റബ്ബെ എന്നെ കൊണ്ട് സാധിക്കൂല, എനിക്ക് ഇന്നാലിന് ആവശ്യങ്ങളുണ്ട്, അത് നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് സ്വന്തത്തെ ആ താഴ്മ കാണിച്ചിട്ട് ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധത്തിൽ ഉണ്ടാകുന്ന ലജ്ജയാണ് ഹയാഉൽ ഇസ്തിഹ്ഖാർ എന്ന് പറയുന്നത്. അടുത്തത് വമ്മ ഹയാഉൽ മഹബ്ബ, ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ലജ്ജ. ഇഷ്ടം കൊണ്ട്, ഒരാളോട് ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന, അള്ളാഹുമായിട്ട് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ലജ്ജ എന്ന് പറഞ്ഞാൽ ഫഹുവ ഹയാഉൽ മുഹിബ്ബി മിൻ മഹ്ബൂബിഹി, ഇത് ഏതൊരാൾക്കുണ്ടാവും. അതായത് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നമുക്കുണ്ടാകുന്ന ലജ്ജ, നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ മെഹബൂബായിട്ടുള്ള ഒരാളോട് നമുക്കുണ്ടാകുന്ന ലജ്ജ. ഹത്താ ഇന്നഹു ഇദാ ഖതറ അലാ ഖൽബിഹി ഫി ഹാലി ഗൈബതിഹി, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് അവിടെ ഇല്ല, അയാൾ നേരിട്ടില്ല, പക്ഷെ അയാളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഹാജൽ ഹയാഉ മിൻ ഖൽബിഹി, അവന്റെ കൽബിൽ എന്തുണ്ടാകും? ആ ലജ്ജ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം ഉറപ്പിച്ച സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമുണ്ടാകുമ്പോൾ ഒരാളുടെ കൽബിൽ അയാൾ മറ്റേ ആളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ലജ്ജ ഉണ്ടാകും. വഹസ്സ ബിഹി ഫീ വജ്ഹിഹി, അത് അവരുടെ മുഖത്ത് വെളിവാകുകയും ചെയ്യും. മുഖത്ത് ആ ലജ്ജ
വെളിവാകുക വരെ ചെയ്യും. ആളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതുണ്ടാവും. വലായതിരീമാ സബബുഹു, അവൻ തന്നെ അറിയുണ്ടാവില്ല ഇത് എന്തുകൊണ്ടപ്പോൾ അത് വന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ മെഹബൂബഹു മുലാഖാത്തിഹി മെഹബൂബഹു വ മുഫാജഅതിഹി ലഹു റൗഅത്തുൻ ശദീദത്തുൻ. അതുപോലെ ഇതിപ്പോ ഒരു പറഞ്ഞല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആലോചിക്കുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാവും പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ നെഞ്ചിലൊരു ബേജാറ് വരും, ഒരു പേടി വരും. അതും അതിൽപ്പെട്ടതാണ് എന്ന് പറയാം. അപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആലോചിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ലജ്ജക്കാണ് ഹയാഉൽ മഹബ്ബ എന്ന് പറയുന്നത്. വമ്മ ഹയാഉൽ ഉബൂദിയ്യ, ഉബൂദിയത്ത് കൊണ്ടുള്ള ഹയാ അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഉണ്ടാകുന്ന ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവ ഹയാഉ മുംതസിജുൻ ബൈന മഹബ്ബത്തിൻ വ ഖൗഫിൻ, അത് ഇഷ്ടവും ഭയവും കൂടിക്കലർന്നുണ്ടാകുന്ന ഒരു ലജ്ജയാണ്. ഹയാഉൽ ഉബൂദിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടവും ഭയവും കൂടിക്കലർന്നുണ്ടാകുന്നത്. വ മുശാഹദത്തി അദമി സ്വലാഹി ഉബൂദിയതിഹി ലിമഅബൂദിഹി, അഥവാ പിന്നെ താൻ ആരാധിക്കുന്ന തന്റെ മഅബൂദിനോട് ആ ഉബൂദിയത്ത് ആ പരിപൂർണമായിട്ടില്ല എന്നിട്ടുള്ള ആ നിലക്കുണ്ടാകുന്ന ആ ഒരു ഹയ. വഅന്ന ഖദ്റഹു അഅല വഅജല്ലു മിൻഹ, അത് വളരെയധികം പിന്നെ ഉന്നതമായിട്ടുള്ള ഒന്നാണ്. ഫഉബൂദിയത്തുഹു ലഹു തൂജിബു ഇസ്തിഹ്യാഅഹു മിൻഹു ലാ മഹാല, നാം ആരാധിക്കുന്ന നമ്മുടെ ഇലാഹിനോട് അവനോട് നമ്മൾ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, ആരാധന നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ലജ്ജ നിർബന്ധമാണ്. ലജ്ജയില്ലാതെ ഒരിക്കലും നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കില്ല. അതാണ് ഹയാഉൽ ഉബൂദിയ്യ എന്ന് പറയുന്നത്. വമ്മ ഹയാഉ ശറഫി വൽ ഇസ്സ, ഷറഫിന്റെയും ഇസ്സത്തിന്റെയും ഹയാ, ഒരാളുടെ പിന്നെ ശ്രേഷ്ഠത കൊണ്ടുണ്ടാകുന്ന ഹയാ. ഫഹയാഉ നഫ്സിൽ അദീമത്തിൽ കബീറ, അത് മഹത്തരമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹയാ ആണ്, ലജ്ജയാണ്. ഇദാ സദറ മിൻഹാ ഹുവ ദൂന ഖദ്രിഹാ മിൻ ബദ്ലി അതാഇ ഔ ഇഹ്സാൻ, അതായത് ആ ആളുകൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് അല്ലെങ്കിൽ നൽകുകയാണ്, ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ അവന് കഴിയുന്നതിനേക്കാൾ കുറവേ അവൻ ചെയ്യുന്നുള്ളൂ. അതായത് മനസ്സിലാക്കാൻ, ഒരാൾ വലിയ സമ്പന്നനാണ്, അപ്പോൾ വേറൊരാൾക്കൊരു ആവശ്യം വന്നു, അവർക്ക് ആവശ്യം വന്നു. അപ്പൊ അയാളുടെ ആവശ്യമാണ് ഈ പൂർണ്ണമായി ചെയ്തു കൊടുക്കാൻ ഇവന്റെ കഴിവുണ്ടാകും, പക്ഷെ അവൻ അത്രക്ക് ചെയ്യുന്നുണ്ടാവില്ല, കുറച്ചേ ചെയ്തു കൊടുക്കുന്നുണ്ടാവുള്ളൂ, അതിന് കുറച്ചേ ചെയ്തു കൊടുക്കുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് ഫൈന്നഹു യസ്തഹി മഅ ബദ്ലിഹി ഹയാഅ ശറഫി നഫ്സിൻ വഇസ്സത്തിൻ, അവനൊരു ലജ്ജ തോന്നും. അവന്റെ സ്വന്തത്തിൽ അവൻ കാണുന്ന ഷറഫും ഇസ്സത്തും കാരണത്താൽ അവനൊരു ലജ്ജ തോന്നും. എത്രയാണല്ലോ ചെയ്യുന്നുള്ളൂ അതിൽ നിലക്ക് അവനൊരു ലജ്ജ തോന്നും. അതാണ് ഹയാഉ ശറഫ്. വഹാദാ ലഹു സബ്ബാൻ എന്നൊരു ഇബ്നു ഖയ്യിം പറയാൻ, അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അഹദുഹുമാ ഹാദാ, ഒന്നിവിടെ പറഞ്ഞത് കുറവാണല്ലോ ചെയ്യുന്നത് എന്ന നിലക്ക്. വസാനി, രണ്ടാമത്തേത് ഇസ്തിഹ്യാഉഹു മിനൽ ആഖിദ്, ആ വാങ്ങുന്ന ആളോട് ഒരു ലജ്ജ തോന്നുക. അതായത് ഞാൻ കൊടുത്തിട്ട് അവൻ വാങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അവനോടൊരു ലജ്ജ തോന്നുക. ഹത്താ ഇന്ന ബഅദ അഹ്ലിൽ കറം ലാ തുതാവിഉഹു നഫ്സുഹു ബിമുവാജഹതിഹി ലിമൻ യുഅതീഹി ഹയാഅ മിൻഹു, ചില മാന്യന്മാരായിട്ടുള്ള ആളുകൾ അവർ മറ്റൊരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു വിചാരിക്കുക, എന്തെങ്കിലും നൽകി വിചാരിക്കുക, പിന്നെ അയാളെ കാണാൻ തന്നെ നിൽക്കൂല. അയാളെ നേരിട്ട് കാണാനോ വേറെന്തെങ്കിലും ഇനി എന്തെങ്കിലും ഒരു കാര്യം അയാളോട് പറയാനൊന്നും നിൽക്കൂല. കാരണം എന്താണ്, അവനെ ഞാൻ കൊടുത്താണല്ലോ, ഇനി അതിന്റെ പേരിലെങ്ങാനും അവൻ എന്നോട് ഒരു ബാധ്യതയായിട്ട് ചെയ്തു പോകുമോ എന്ന നിലക്ക് ചില മാന്യന്മാർ പിന്നെ അവർക്ക് ഒരു ഇത് കൊടുക്കാതിരിക്കും. അത് ഒരു ലജ്ജയാണ്. വഹാദ യദ്ഖുലു ഫീ ഹയാഇ തകർറും, ഇത് അങ്ങേയറ്റത്തെ ഔദാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയാണ്. ലിഅന്നഹു യസ്തഹി മിൻ ഖജ്ലത്തിൽ ആഖിദ്, അത് ആ വാങ്ങുന്നവൻ എന്ത് ചെയ്യരുത്, ഒന്നും തോന്നരുത് എന്ന നിലക്ക് ഉണ്ടാകുന്ന ഒരു ലജ്ജയാണ്. പത്താമത്തേത് വഅമ്മാ ഹയാഉൽ മർഇ മിൻ നഫ്സിഹി, ഒരാൾക്ക് അവന്റെ സ്വന്തത്തിനോട് തന്നെ ലജ്ജ തോന്നുന്നത്, ഒരുവന് അവന്റെ സ്വന്തത്തിനോട് തന്നെ ലജ്ജ തോന്നുന്ന ഒരവസ്ഥ, അതെന്താണ്? ഫഹുവ ഹയാഉൻ നുഫൂസി ശരീഫൽ അസീസ മിൻ റിളാഹാ ലിനഫ്സിഹാ ബിന്നഖ്സ്, അതായത് സ്വന്തം നല്ല അങ്ങേയറ്റത്തെ ഷറഫുള്ള ഇസ്സത്തുള്ള സ്വന്തത്തിനൊരു വില കൊടുക്കുന്ന ആളുകൾ അവരുടെ സ്വന്തത്തിന് ഒരു കുറവ് വരുന്നത് അവർ ഇഷ്ടപ്പെടൂല. ആ നിലക്ക് സ്വന്തത്തിനോടുണ്ടാകുന്ന ഒരു ഹയാ. അത് വായിക്കാം, എന്നിട്ട് ഒരു ഉദാഹരണം വെച്ച് പറയാം, അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. വബൈഇഹാ ബിദ്ദൂനി, അവർക്ക് അവരുടെ ഒരു വില കുറയുന്ന ഒരു കാര്യം ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവരുടെ ഒരു സ്ഥാനവും മഹത്വവും കുറയുന്ന ഒരു കാര്യം അവർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. വഹാദ അക്മലു മാ യകൂനു മിനൽ ഹയാ, ഇത് ലജ്ജയിൽ ഏറ്റവും പരിപൂർണമായതാണ്. ഫൽഅബ്ദു ഇദാ ഇസ്തഹ്യാ മിൻ നഫ്സിഹി, ഒരടിമ അവന്റെ സ്വന്തത്തിൽ ലജ്ജിക്കുകയാണെങ്കിൽ ഫഹുവ ബി അൻ യസ്തഹ്യ മിൻ ഗൈരിഹി അജ്ദർ,
അവൻ മറ്റൊരാളുടെ മുമ്പിൽ അതിനേക്കാൾ ലജ്ജിക്കുന്നവനായിരിക്കും. അതായത് ഈ അവസാനം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സാധാരണ നമ്മൾ ലജ്ജ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടുണ്ടാവുക? വേറൊരാൾ ഉണ്ടാവുമ്പോഴുണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഉമ്മയും ഉപ്പയും ഉള്ളപ്പോൾ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യില്ല, ഇപ്പൊ നമ്മൾ റൂമിലിരിക്കുകയാണ്, അവിടെ ഉമ്മയും ഉപ്പയും ഉണ്ട്, നമ്മളിത് ഇരിക്കുന്നതും നമ്മുടെ പെരുമാറ്റവും രൂപമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ മാത്രമേ ഉള്ളത്, അപ്പൊ നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒരു വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ അതുപോലെ കുറച്ച് പ്രായവും ബഹുമാനമുള്ള ആളുകൾ, അപ്പൊ ഒരു വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവുമല്ലോ. കാരണം എന്താണ്? അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു ലജ്ജയാണ്. എന്നാൽ സ്വന്തത്തിന് വില കൊടുക്കുന്ന ഒരുവൻ ഇനി ആരുമില്ലെങ്കിലും അവൻ എന്ത് ചെയ്യില്ല, അവന്റെ സ്വന്തത്തിന് കുറവ് വരുന്ന ഒരു പ്രവർത്തനമോ ഒരു വാക്കോ ഒരു ചലനമോ ഒന്നും അവന്റെ ഭാഗത്തുണ്ടാവില്ല. അവൻ ഒറ്റക്കാണെങ്കിലും. കാരണം എന്താ? അവന്റെ സ്വന്തത്തിനോടെ ലജ്ജ കാണിക്കുന്നത്. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാകാൻ പാടില്ല, ഞാൻ കുറച്ച് ലജ്ജ കാണിക്കേണ്ട ആളാണ് എന്ന നിലക്ക് സ്വന്തത്തിൽ ബോധം ഉണ്ടാവുന്ന ഒരവസ്ഥ. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളോട് നിങ്ങൾ ലജ്ജ കാണിക്കണം എന്ന് പറഞ്ഞു. എന്താ മലക്കുകളോട് ലജ്ജ കാണിക്കുക പറഞ്ഞാൽ? നഗ്നനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. നമ്മളൊരാളും ഇല്ല വിചാരിക്കുക, നമ്മുടെ റൂമിൽ ആരും ഇല്ല വിചാരിക്കുക, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നഗ്നനായിട്ട് അങ്ങോട്ട് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വസ്ത്രമില്ലാതെ നടക്കാനോ ചെയ്യാനോ ഒന്നും പാടില്ല. കാരണം എന്താ? മലക്കുകൾ കാണും. അല്ലെങ്കിൽ അല്ലാഹുവിനോട് ലജ്ജയുടെ ഭാഗം, പക്ഷെ മലക്കുകളോട് കാണിക്കുന്ന ഒരു ലജ്ജയുടെ ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പോ സ്വന്തത്തിനോട് ലജ്ജ കാണിക്കുന്ന ഒരുവൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവൻ ആ മാന്യത കാത്തു സൂക്ഷിക്കുന്ന, അവൻ സ്വന്തത്തിന് കുറവ് വരുന്ന ഒരു കാര്യം, സ്വന്തം ഇജ്ജത്തിന് കുറവ് വരുന്ന ഒരു കാര്യം ആരും കാണാനില്ലെങ്കിലും അവൻ ചെയ്യില്ല. അതാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു ഹയാഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒന്നുകൂടി ദർശൊക്കെ കേൾക്കുക, അപ്പോൾ ക്ലിയർ ആവും. അള്ളാഹു തൗഫീഖ് കേൾക്കട്ടെ. ഇതിൽ ചില മഞ്ജിലത്തുകൾ പിന്നെ വായിക്കാനും ബുദ്ധിമുട്ടാണ്, വായിച്ച് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. والعبد متى علم أن الرب تعالى ناظر إليه أورثه هذا العلم حياء منه. എന്നിട്ട് ഇതിനെ അവസാനിപ്പിക്കുകയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, والعبد متى علم, ഒരു അടിമ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, أن الرب تعالى ناظر إليه, അല്ലാഹു തആല അവനെ നോക്കുന്നവനാണ്, അവനെ കാണുന്നവനാണ് എന്നുള്ളത് എപ്പോഴാണോ ഒരു അടിമയ്ക്ക് ബോധ്യപ്പെടുന്നത്, أورثه هذا العلم حياء منه, ഈ ഒരു അറിവ് അവന്റെ ഉള്ളിൽ ലജ്ജയുണ്ടാക്കും. യജ്ദിബുഹു ഇലാ ഇഹ്തിമാലി അഅ്ബാഇ ത്വാഅ, അല്ലാഹുവിനുള്ള അനുസരണത്തിന്റെ ഭാരമെല്ലാം ഏറ്റാനുള്ള താല്പര്യവും ആഗ്രഹവും അവനിൽ ഉണ്ടാകും, അതിലേക്ക് അവനെ നയിക്കും. മസലുൽ അബ്ദി ഇദാ അമില അശ്ശുഗ്ല ബൈന യദൈ സയ്യിദിഹി, ഏതുപോലെ ഒരു അടിമ അവന്റെ യജമാനന് വേണ്ടി പണിയെടുക്കുന്നവർ പോലെ. ഫൈനഹു യകൂനു നശീതൻ ഫീഹി, എപ്പോഴും ആ യജമാനന് വേണ്ടി ഉഷാറായിട്ട് അവൻ പണിയെടുക്കും ഒരടിമ. മുഹ്തമിലൻ ലിഅഅ്ബാഇഹി, അവന്റെ ജോലിഭാരവും എല്ലാം അവൻ ഏറ്റെടുക്കും. വലാ സിയ്യമാ മഅൽ ഇഹ്സാനി മിൻ സയ്യിദിഹി ഇലൈഹി, അവന്റെ യജമാനൻ അവൻ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ പറയും വേണ്ട. അതായത് അള്ളാഹു അവനെ എപ്പോഴും കാണുന്നുണ്ട് എന്നൊരു അടിമക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ അടിമക്ക് എന്തുണ്ടാവും? ഹയാ ഉണ്ടാവും. അതിനൊരു ഉദാഹരണം പറയാണ്. ഒരു ദുനിയാവിലൊരു അടിമ യജമാനുണ്ട്. ആ അടിമ യജമാനു വേണ്ടി എല്ലാ പണിയും ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ യജമാനാണെങ്കിലോ അടിമക്ക് എല്ലാ ഇഹ്സാനും നന്മയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വമഹബ്ബതിഹി ലിസയ്യിദിഹി, ഈ അടിമക്ക് യജമാനോട് ഭയങ്കര ഇഷ്ടമാണ്. ബിഖിലാഫി മാ ഇദാ കാന ഗായിബൻ അൻ സയ്യിദിഹി, അവന്റെ യജമാനിൽ നിന്ന് മാറി നിന്നാൽ എന്താവും? ചിലപ്പോൾ ഇങ്ങനെ ചെയ്തോളുന്നില്ല. അവൻ യജമാനിൽ നിന്ന് പോയി, അവൻ യജമാനായിട്ടുണ്ട്, അവന് ഇഷ്ടമുണ്ട്, എല്ലാ കാര്യങ്ങളും, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ആ യജമാനെന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവനെന്തുണ്ടാവില്ല, ഇങ്ങനെ ഒന്നും ചെയ്യുന്നൊക്കെ ചെയ്തോളുന്നില്ല. വറബ്ബു തആല ലാ യഗീബു നദറുഹു അൻ അബ്ദിഹി, അഥവാ അള്ളാഹു എന്താണ്? എപ്പോഴും അടിമയെ നോക്കിക്കാണുന്നവനാണ്. അതായത് ഒരു യജമാന്റെ കീഴിൽ അടിമയായി നിൽക്കുമ്പോൾ ആ യജമാനൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, യജമാന്റെ ഇഷ്ടമുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരാൾ ചിലപ്പോൾ നല്ല ഉഷാറായി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ആ യജമാനൻ കാണുന്നില്ല, അറിയുന്നില്ല നോക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോലിയിലൊക്കെ ഉണ്ടാവും. എന്നാൽ അല്ലാഹു തആല അവനെ കാണാത്ത ഒരവസ്ഥയില്ല, അടിമയെ കാണാത്ത ഒരവസ്ഥയുമില്ല. വലാകിൻ യഗീബു നദറുൽ ഖൽബി വൽതിഫാതുഹു ഇലാ നദരിഹി സുബ്ഹാനഹു ഇലൽ അബ്ദ്, പക്ഷേ അടിമയുടെ കൽബിൽ നിന്ന് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ബോധമാണ് മറഞ്ഞു പോകുന്നത്. അള്ളാഹു അടിമയെ കാണുന്നതിൽ നിന്ന് ഒരു മാറ്റമില്ല, പക്ഷെ അടിമയുടെ കൽബിൽ നിന്ന് അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ബോധമാണ് മാഞ്ഞു പോകുന്നത്. ഫൈനൽ ഖൽബ ഇദാ ഗാബ നദറുഹു, അള്ളാഹു നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരാളുടെ കൽബിൽ നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ, ആ ബോധം പോയി കഴിഞ്ഞാൽ, വഖല്ല ഇൽതിഫാതുഹു ഇലാ നദറില്ലാഹി തബാറക വതആല ഇലൈഹി, അള്ളാഹു എന്നെ എപ്പോഴും കാണുന്നുണ്ടല്ലോ എന്നതിനൊരു
ഒരു പരിഗണന, ഒരു ശ്രദ്ധ അവൻ കൊടുക്കുന്നത് അവനിൽ കുറഞ്ഞു പോയാൽ തവല്ലദ മിൻ ദാലിക് ഖില്ലത്തുൽ ഹയാ, അതോടുകൂടി അവനിൽ നിന്നുണ്ടാവും ലജ്ജ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹ് കാണുന്നത് അവൻ മറന്നുപോയി കഴിഞ്ഞാൽ, അതിനൊരു പരിഗണന കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവനിൽ പിന്നെ ലജ്ജയില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. വകദാലിക, അതേപോലെ തന്നെ യഹ്മിലുഹു അല ഇസ്തിഖ്ബാഹി ജിനായതിഹി, അവൻ അള്ളാഹുവിനെ ജിനായത്തിഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തെറ്റുകളൊക്കെ ചെയ്യുന്ന അവസ്ഥയിലാവും. വഹാദൽ ഇസ്തിഖ്ബാഹുൽ ഹാസിൽ ബിൽ ഹയാഇ ഖദറുൻ സായിദുൻ അല ഇസ്തിഖ്ബാഹിൽ മുലാഹലത്തിൽ വഈദ് വഹുവ ഫൗഖഹു. ഈ ഒരു അവസ്ഥ, അതായത് പിന്നെ ഈ തെറ്റ് ചെയ്യുന്ന ഈ ഒരു പിന്നെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അഥവാ ഇന്നത് ചെയ്യുന്നത് പിന്നെ ഒരു ഇന്ന ചെയ്ത ഇന്ന ശിക്ഷ കിട്ടും എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതായത് ഒരടിമ ഒരു പാവം ഒഴിവാക്കാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണത്താൽ അവൻ പാപം ഒഴിവാക്കും. മൂന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ അവൻ പാപം ഒഴിവാക്കും. മൂന്നാമത്തേതാണ് ഏറ്റവും ഉന്നതമായത്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് പാപം ഒഴിവാക്കും, അള്ളാഹുവിന്റെ ലജ്ജയെ ആലോചിച്ച് പാപം ഒഴിവാക്കും. മൂന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്തെ പാപം ഒഴിവാക്കും. അപ്പോ ഒന്നാമത്തെ ഈ ശിക്ഷ ഇതാക്കി ഒഴിവാക്കുന്നതിനേക്കാൾ ഗൗരവമാണ് എന്ത്? ഈ ഹയാ കാരണം ഒഴിവാക്കുക എന്നുള്ളത് അതിനേക്കാൾ ഉന്നതമായതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാർഫഉ ദറജത്തിൻ മിൻഹു, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി വായിക്കാം. വകദാലിക യഹ്മിലുഹു അല ഇസ്തിഖ്ബാഹി ജിനായതിഹി, ഈ ലജ്ജ എന്നുള്ളത് ഒരുവനിൽ ഉണ്ടാക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളതിനോടുള്ള പിന്നെ അത് മോശമാണ് എന്നുള്ള അവസ്ഥയാണ്. വഹാദൽ ഇസ്തിഖ്ബാഹുൽ ഹാസിലു ബിൽ ഹയാഇ ഖദറുൻ സായിദുൻ അല ഇസ്തിഖ്ബാഹി മുലാഹദത്തിൽ വഈദി വഹുവ ഫൗഖഹു, അഥവാ അള്ളാഹു പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും എന്നതുകൊണ്ട് ഒരു തെറ്റ് ഒഴിവാക്കുന്നതിനേക്കാൾ മുകളിലാണ് ഒരാൾ അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണത്താൽ ആ തെറ്റ് ഒഴിവാക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് വാർഫഉ ദറജത്തിൻ മിൻഹു, അതിനേക്കാൾ ഉന്നതമായ ദറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇസ്തിഖ്ബാഹുൽ ഹാസിലു അനിൽ മഹബ്ബ, ഇഷ്ടം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കരിക്കുന്ന കാര്യങ്ങളെല്ലാം മ്ലേച്ഛമാണ്, ചെയ്യാൻ പാടില്ല എന്നുണ്ടാകുന്ന തോന്നലാണ്. ഫസ്തിഖ്ബാഹുൽ മുഹിബ്ബി അതമ്മു മിൻ ഇസ്തിഖ്ബാഇൽ ഖായിഫ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് ഒരു തെറ്റൊഴിവാക്കുന്നതിനേക്കാൾ പരിപൂർണമാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു തെറ്റൊഴിവാക്കുന്നത്. വലിദാലിക ഫഇന്ന ഹാദൽ ഹയാ യകുഫുൽ അബ്ദ അൻ യശ്തകി ലിഗൈരില്ലാഹ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ഒരാളുടെ ലജ്ജ അള്ളാഹു അല്ലാത്ത ഒരാളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് തന്നെ അവനൊരു മടിയാവും. അള്ളാഹു അല്ലാത്ത വേറൊരാളോട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ തന്നെ അവൻ ലജ്ജയാവും. അവന്റെ ഒരു പരാതി പറയാൻ, അവന്റെ ഒരു വിഷമം പറയാനൊക്കെ മടിയായിരിക്കും. ഫയകൂനു ഖദ് ശഖല്ലാ ഇലാ ഖൽഖിഹി, അവൻ എന്താ തോന്നുക? ഞാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു സൃഷ്ടിയോട് പരാതി പറയാണല്ലോ എന്ന് തോന്നും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചു, അതിന്റെ വിഷമവും അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖമൊക്കെ നമ്മൾ വേറെ ആളുകളോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു വിധിച്ച ഒരു കാര്യത്തെ സൃഷ്ടികളോട് പോയിട്ട് പരാതി പറയാണ്. അതിന് അവൻ ലജ്ജിക്കും, അതിനവന് ലജ്ജ തോന്നും. വലാ യംനഉ ശക്വാ ഇലൈഹി സുബ്ഹാന, പക്ഷെ അള്ളാഹുവിനോട് പരാതി പറയാൻ അവനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഫഇന്ന ശക്വാ ഇലൈഹി സുബ്ഹാനഹു ഫഖ്റുൻ, കാരണം അള്ളാഹുവിനോട് പരാതിപ്പെടുക എന്നുള്ളത് അവന്റെ ആവശ്യകതയും വദില്ലത്തുൻ വഫാഖത്തുൻ വഉബൂദിയത്തുൻ, അവന്റെ താഴ്മയും വിധേയത്വവും അള്ളാഹുവിനോട് കാണിക്കുന്ന ആരാധനയുമാണ്. ഫൽ ഹയാഉ മിൻഹു ലാ യുനാഫിഹാ, അള്ളാഹുവിനോടുള്ള ലജ്ജ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ ലജ്ജ കാണിക്കുന്ന ഒരുവൻ അള്ളാഹു അല്ലാത്ത ഒരാളോട്, ഒരു സൃഷ്ടിയോട് തന്റെ വിഷമവും ദുഃഖവും പറയാൻ ആ ലജ്ജ അവനെ തടസ്സപ്പെടുത്തും, തടസ്സമായി നിൽക്കും എന്നുള്ളതാണ് പറഞ്ഞത്. കുറച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ലജ്ജ എന്നുള്ള ഈ ഒരു മൻസിലത്തിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹയാന്റെ 10 ഇനങ്ങൾ വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. കാരണം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമുക്കത് ബോധ്യപ്പെടും, ആ ഹയാന്റെ 10 ഇനങ്ങൾ എന്നുള്ളത്. അടുത്ത മൻസിലത്തു സിദ്ഖാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കെടുക്കാം. ഒരു 5-10 മിനിറ്റുകൾക്ക് ശേഷം അടുത്ത ദർസ് ഹാദി അൽ അർവാഹ്, അതിന്റെ ബാക്കി ഭാഗം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.